പ്രിയപ്പെട്ട സഹോദരന്മാരെ, പണ്ഡിതന്മാരെ നേർക്ക് കയറുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. എന്താണ് ഈ പണ്ഡിതന്മാർ പറയുന്നത് എന്നൊന്ന് നോക്കിയിട്ടെങ്കിലും വലിയ വലിയ പ്രായം ചെന്ന പണ്ഡിതന്മാരെ പല വാക്കുകളും ഉപയോഗപ്പെടുത്തുന്നത് കേൾക്കുമ്പോൾ ഖേദകരമുണ്ട്. സത്യത്തിൽ ആ വിഷയത്തിൽ ഏറ്റവും വലിയ ഒന്നാം റാങ്ക് വാങ്ങിയത് മുസ്ലിം ലീഗുകാരാണ്. അതിൽ തർക്കമൊന്നുമില്ല. പണ്ഡിതന്മാരെ തെറി വിളിക്കുന്നതിൽ, പണ്ഡിതന്മാരെ കൂക്കി വിളിക്കുന്നതിൽ, പണ്ഡിതന്മാർ അത് ആരാണെങ്കിലും ശരി, ജിഫിരി തങ്ങളാണെങ്കിലും ശരി, കാന്തപുര ഉസ്താദ് ആണെങ്കിലും ശരി, ഉമർ ഫൈസി ആണെങ്കിലും ശരി, ഖലീൽ തങ്ങളാണെങ്കിലും ശരി, ആരെയാണെങ്കിലും കൂക്കി വിളിക്കുന്ന വിഷയത്തിൽ ഏറ്റവും ഒന്നാം റാങ്ക് വാങ്ങിയത്, ഡോക്ടറേറ്റ് എടുത്തത് ആരാണ്? മുസ്ലിം ലീഗുകാരാണ്. ആ വിഷയത്തിൽ CPM-കാരോ കോൺഗ്രസ്സുകാരോ ഒന്നും ഇല്ല. അതിൽ യാതൊരു തർക്കമല്ല. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്, ഈ പിണറായി സർക്കാരുടെ ഭരണകാലഘട്ടത്തിൽ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് ശക്തമായി കൊണ്ട് ഉമർ ഫൈസി മുക്കം ആ വിഷയത്തെ എതിർത്തിരുന്നു. അതുപോലെ ഇപ്പോൾ ഒരു വിഷയം വന്നപ്പോൾ ഈ വിഷയത്തിലും ഉമർ ഫൈസി എതിർക്കുന്നുണ്ട്. അതൊരു പ്രായം ചെന്ന പണ്ഡിതനല്ലേ, സമസ്തയുടെ സെക്രട്ടറിമാരിൽ ഒരാളല്ലേ. അങ്ങനത്തെ ഒരു പണ്ഡിതനെ ഒരു യൂത്ത് ലീഗുകാരൻ പറയുന്നത് കേട്ട വളരെ ഖേദമുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ. ആദ്യം ഉമർ ഫൈസി പറയുന്നതൊന്ന് കേൾക്കാം. കഴിഞ്ഞ അടുത്ത സർക്കാർ ഒരു കാലത്ത് അതിൽ ഒപ്പുവെച്ചെങ്കിലും പണ്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒപ്പുവെച്ചതാണ്. പിന്നെ അവർക്ക് ബോധം വന്ന് എതിർപ്പൊക്കെ വന്നപ്പോൾ അവരതിൽ നിന്നുണ്ടാക്കി അത് മരവിപ്പിച്ചു. ഏതായാലും നമ്മുടെ നാട്ടിനത് ആപത്താണെന്ന് എല്ലാവർക്കും അറിയാം. അതിൽ മുക്കം ഉമർ ഫൈസിയോട് ചോദിക്കുമ്പോൾ ചാനലുകാർ ചോദിക്കുന്നതിനേക്ക് ചാനലുകാരോട് മൂപ്പര് ശക്തമായ മറുപടി കൊടുക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം പിണറായി സർക്കാരുടെ കാലഘട്ടത്തിൽ അതിന് വേണ്ടി ഒപ്പും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും അവർക്ക് ഫണ്ട് കിട്ടാനായിരുന്നു. പിന്നെ അവർക്ക് ബോധം വന്നപ്പോൾ അവരതിൽ നിന്ന് മാറ്റം വന്നു എന്ന് പിന്നെ ആര് പറയുന്നുണ്ട്? മുക്കം ഉമർ ഫൈസി തന്നെ പറയുന്നുണ്ട്. ഇനി ബാക്കി ഉമർ ഫൈസി എന്താ പറയുന്നതും കേട്ടോളി. കുറച്ച് നിൽക്കണം, ഏത് സർക്കാരായാലും ശരി. UDF അധികാരത്തിൽ വന്നാൽ അത് അറബിക്കടലിൽ എറിയുമെന്ന് അവരോട് ചോദിക്കണം എന്തുകൊണ്ട് എറിഞ്ഞിലാണ്. UDF അതിൽ നിന്ന് പിൻവാങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് അങ്ങനെ അവരെ പറ്റി ഒരു പ്രതീക്ഷയില്ല, ആരെ പറ്റി ഒരു പ്രതീക്ഷയില്ല. നല്ല ചെയ്യുന്നുള്ള കാര്യം ആരെ പറ്റും പ്രതീക്ഷയില്ല. കണ്ടോ, ഇപ്പൊ UDF സർക്കാർ വന്നു. UDF സർക്കാർ വന്നപ്പോൾ അത് അറബിക്കടലിലേക്ക് എറിയുമെന്ന് പറഞ്ഞല്ലോ, അത് എറിഞ്ഞില്ല. അപ്പൊ എന്തുകൊണ്ട് എറിഞ്ഞില്ല എന്ന് അവരോട് പോയി ചോദിക്കും. അപ്പൊ വീണ്ടും ചാനലുകാരൻ ചോദിക്കുമ്പോൾ പറയണ എന്താണ്? ഇവിടെ ആരും നല്ലത് ചെയ്യുമെന്ന് എനിക്ക് പ്രതീക്ഷ ഒന്നുമില്ല. നല്ലത് ചെയ്യുമെന്ന് ആരെ പറ്റിയിട്ട് പറയണേ? അതാ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് പറയണം. രാഷ്ട്രീയക്കാരിപ്പോൾ നല്ലത് ചെയ്യുമെന്നുള്ള പ്രതീക്ഷ ഒന്നും എനിക്കില്ല. അങ്ങനത്തെ ഒരു പ്രതീക്ഷ ഒന്നുമില്ല. അതൊക്കെ ആ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്നാണ് ഉമർ ഫൈസി പറഞ്ഞത്. അതല്ലാതെ ഒരു രാഷ്ട്രീയക്കാരെയും മൂപ്പര് എന്ത് ചെയ്തിട്ടില്ല, അടിച്ചാക്ഷേപിച്ചിട്ടില്ല. ഇവിടെ ഒരു മുസ്ലിം ലീഗിനെ മൂപ്പര് കുറ്റം പറഞ്ഞിട്ടില്ല, ഒരു CPM-നെ കുറ്റം പറഞ്ഞിട്ടില്ല, ഒരു കോൺഗ്രസ് പാർട്ടിയെ കുറ്റം പറഞ്ഞിട്ടില്ല. കേവലം സാക്ഷാൽ ചന്ദ്രികയാണ് ഇയാളുടെ ഈ ഉമർ ഫൈസിയുടെ വീട്ടിൽ ഇന്നും വരുന്നത്. ഇന്നും ഇയാളുടെ വീട്ടിൽ വരുന്ന ചന്ദ്രികയാണ്. ചന്ദ്രിക ദിനപത്രത്തിൻ്റെ ആളാണ് ഇയാൾ, ഉമർ ഫൈസി ഉസ്താദ്. ആ ഉമർ ഫൈസിയെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു യൂത്ത് ലീഗുകാരൻ പറയുന്ന വാക്ക് കേട്ട ലജ്ജിക്കും. പ്രിയപ്പെട്ടവരെ, ഓനൊന്ന് വരട്ടെ, ഓനൊന്ന് പറയും കേട്ടോളി. അല്ല തന്തജി സഖാവാണോ അല്ലെങ്കിൽ മൊയ്ലിയരാണോ? വലിയ ഒരു പണ്ഡിതനെ, സമസ്തയുടെ ഒരു പണ്ഡിതനെ അവൻ വിളിക്കുന്നത്. അല്ല തന്ത്, നീ സഖാവാണോ അതോ മൂല്യരാണോ? ഇവൻ്റെ വാപ്പാൻ്റെ വയസ്സുള്ള വലിയൊരു പണ്ഡിതൻ, പ്രായം ചെന്ന വലിയൊരു പണ്ഡിതനാണ് ഇവനെ വിളിക്കുന്നത്. നോക്കുകയാണ് നിങ്ങൾ. ഇതാണോ ലീഗിൻ്റെ കാര്യം? തന്നെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് മയം വന്നിരുന്നു, വീണ്ടും അങ്ങനെ തന്നെയാവുകയാണോ? ഒരു കൊല്ലം മുന്നേ ശിവൻകുട്ടി മുഖ്യമന്ത്രിയും കൂടി അതിൽ ഒപ്പിട്ടപ്പോ എന്റെ തൊള്ളൽ എന്തേനി പഴം തിരികെച്ചേനി? എന്താ അന്നത്തെ വാർത്തയാണ് ഇപ്പോൾ ഈ കേട്ടത് നിങ്ങൾ? ശിവൻകുട്ടിയും മുഖ്യമന്ത്രിയും കൂടി അതിൽ ഒപ്പുവെപ്പിച്ചപ്പോൾ അന്ന് ഈ ഉമർ ഫൈസി ശക്തമായിക്കൊണ്ട് ആ വിഷയത്തെ എതിർത്തിട്ടുണ്ട്. അന്ന് പഴം തിരികെ വെച്ചിക്കല്ല മോനെ, യൂത്ത് ലീഗുകാരാ അന്ന് പഴം തിരികെ വെച്ചിക്കല്ലോ ഉമർ ഫൈസിയുടെ തൊള്ളിയിൽ. ഉമർ ഫൈസി ശക്തമായിക്കൊണ്ട് ആ വിഷയത്തെ ഗണ്ണിച്ചിട്ടുണ്ട്, എതിർത്തിട്ടുണ്ട്. അന്ന് ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. അത് പിണറായി സർക്കാർക്കും എതിർത്തിട്ടുണ്ട്. മൂപ്പര് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട മൂപ്പര് ശക്തമായിക്കൊണ്ട് എതിർത്തിട്ടുണ്ട്. അതും ചാനലിൽ വന്നതല്ലേ. അന്ന് പഴം തിരികെയല്ലായിരുന്നു. ഇയാളൊരു സഖാവാണ്. ഉമർ ഫൈസിയെ സംബന്ധിച്ചാണ് പറയുന്നത് ഇയാളൊരു സഖാവാണ്. അയാൾ തികച്ചും ഒറിജിനൽ മുസ്ലിം ലീഗുകാരനാ മോനെ. എനിക്കതിനെ പറ്റി അറിയിട്ടാണ്. നിനക്ക് ഉമർ ഫൈസിയെ അറിയില്ല. നീ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ അങ്ങനെ ഇടുന്നുകാണ്ട് മൂങ്ങണാണ്. ഇങ്ങനെ മൂങ്ങാണ്.
ഒരു യൂത്ത് ലീഗുകാരനാണല്ലോ ജി, അയാളെ സംബന്ധിച്ച് ശരിക്കൊന്ന് പഠിക്ക്, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ശരിക്കും പഠിക്കും. അത്രയും ലീഗുകാരനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. ചന്ദ്രികയും സുപ്രഭാതവും വീട്ടിൽ വരുന്ന വലിയൊരു പണ്ഡിതനും കൂടിയാണ് അദ്ദേഹം. ഈ പത്രങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരുന്നത്. ലീഗുകാരനല്ലെങ്കിൽ അടുത്തേക്ക് വരുത്തുമോ ചന്ദ്രിക? എന്നിട്ട് അയാളെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ആ വലിയൊരു പണ്ഡിതനെ, സമസ്തയുടെ സെക്രട്ടറിയെയാണ് ഈ വന്നിട്ട് ഈ പറയുന്നത്. ആരാ പറയുന്നത്? ഒരു ലീഗുകാരൻ. എന്താ വെച്ചാല് വക്ക് ബോർഡില് അവിടെ എന്തോ ഒരു പണി കിട്ടിയപ്പോ ഇയാളെ വിചാരം എന്താ വെച്ചാല് CPM ഭയങ്കര സംഭവം വിചാരിച്ച് എടുക്കണാണ്. കഷ്ടമാണ് ഇങ്ങനത്തെ കുറെ തന്ത. ഇതുപോലത്തെ കുറെ തന്തമാര് എന്ന് പറയുന്നത് ആരെ അറിയോ? പ്രായം ചെന്ന വലിയ പണ്ഡിതന്മാരെ. മോനെ സൂക്ഷിച്ചോ, നാവിനെ സൂക്ഷിച്ചോ, ആഖിറം സൂക്ഷിച്ചോ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അറിവില്ലാത്തതിൻ്റെ പേരിലായിരിക്കും. വലിയ പണ്ഡിതന്മാരാട്ടോ. വലിയ പണ്ഡിതനാ ഉമർ ഫൈസി. കേവലം സമസ്തയുടെ സെക്രട്ടറിമാരിൽ ഒരാളാണ്. സമസ്തയുടെ സെക്രട്ടറി ആക്കണമെങ്കിൽ ചില്ലറ ആളായാൽ പോരല്ലോ. അപ്പം അത്രയും വലിയൊരു പണ്ഡിതനാണ് ഉമർ ഫൈസി. അദ്ദേഹത്തെയാണ് നീ ഈ ആദി എടാ പോടാ എന്നൊക്കെ നീ വിളിച്ചത്. ഏതായാലും അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. പിന്നെ നീ പറഞ്ഞു CPM എന്തോ വഖഫ് ബോർഡിൽ എന്തോ പണി കൊടുത്തു. വഖഫ് ബോർഡിലെ പണിയെടുത്തിട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലല്ല ഉമർ ഫൈസി ഉള്ളത്. വലിയ സമ്പന്ന കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്, സമ്പന്നനാണ് ഉമർ ഫൈസി. ജോലി ചെയ്യുമ്പോൾ കാശ് വാങ്ങാതെ, ശമ്പളം വാങ്ങാതെ ജോലി ചെയ്യുന്ന ഒരേ ഒരു പണ്ഡിതനാണ് മഹാനായ ഉമർ ഫൈസി മുക്കം ഉസ്താദ് അവറുകൾ. അതും കൂടെ നീ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ആയതുകൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ മനസ്സിലാക്കേണ്ടത്, സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെപ്പോലെ, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലത്തവരൊക്കെ മനസ്സിലാക്കേണ്ടത്, അണികൾക്ക് നല്ല നിർദ്ദേശം കൊടുക്കുക. ഈ ആദി വർത്താനങ്ങളും ഈ ആദി സംസാരങ്ങളൊക്കെ ഒന്ന് നിർത്തിവെച്ച് നല്ല രൂപത്തിലൂടെ നീങ്ങാൻ നിങ്ങളുടെ അണികളോട്, മുസ്ലിം ലീഗിൻ്റെ അണികളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഇവനെങ്ങാനും കിട്ടുകയാണെങ്കിൽ സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ പോലത്തെ, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലത്തവർ പറഞ്ഞു ഉപദേശിച്ചു കൊടുക്കണമെന്നും കൂടെ പ്രത്യേകം ഉണർത്തുന്നു.